ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കാരറ്റ് പ്ലാന്റിനെ കുറിച്ചാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം ഡോക്കസ് കരോറ്റ എന്നാണ്. ഇവയുടെ കുടുംബം ആപ്പിയാസി കുടുംബത്തിലാണ്. കാരറ്റ് ഒരു വേരുകിഴങ്ങ് പച്ചക്കറിയാണ്. ഓറഞ്ച് നിറമുള്ള കിഴങ്ങാണ് സാധാരണയായി കാണുന്നത്. മഞ്ഞ, വെള്ള, പർപ്പിൾ വകഭേദങ്ങളുമുണ്ട്. ഇത് തണുത്ത കാലാവസ്ഥയിൽ നന്നായി വളരുന്ന ദ്വിവർഷ ചെടി ആണെങ്കിലും കൃഷിയിൽ ഒരു വർഷം കൊണ്ട് വിളവ് എടുക്കുന്നു. മണ്ണിൽ നേരിട്ട് വിത്ത് വിതയ്ക്കുന്നു. 7-14 ദിവസത്തിനുള്ളിൽ മുളയ്ക്കും. നീളം കൂടിയ പച്ച ഇലകളാണ് ഇവയ്ക്ക്. മണ്ണിനടിയിൽ കാരറ്റ് കിഴങ്ങ് വികസിക്കുന്നു. 70-100 ദിവസത്തിനുള്ളിൽ വിളവെടുപ്പ് നടക്കും. 15 മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവയുടെ താപനില. ലൂസായ മണൽ മിശ്രിതമായ വെള്ളം നന്നായി ഒഴുകുന്ന മണ്ണ് ആവശ്യമാണ്. പൂർണ്ണപ്രകാശം ഇവർക്ക് ആവശ്യമാണ്. വിറ്റാമിൻ എ ധാരാളം ഇവയ്ക്കുണ്ട്. കണ്ണാരോഗ്യത്തിനും പ്രതിരോധ ശേഷിക്കും നല്ലതാണ്. ഫൈബർ സമൃദ്ധമായിട്ടുണ്ട്. ഇവ പച്ചക്കറിയായും സലാഡ്, ജ്യൂസ്, ആയുർവേദത്തിലും പോഷകാഹാരത്തിനും ഉപയോഗിക്കുന്നു. കല്ലും കട്ടിയുള്ള മണ്ണും ഒഴിവാക്കണം. മണ്ണ് 20-25 സെൻറ്റിമീറ്റർ വരെ ഉഴുത് പൊടിയാക്കുക. ചാണകവെള്ളം, കമ്പോസ്റ്റ് ചേർക്കുക. തണുത്ത കാലാവസ്ഥ അനുയോജ്യമാണ്. ഒക്ടോബർ, ജനുവരി ഏറ്റവും നല്ല സമയമാണ്. വിത്ത് നേരിട്ട് കൃഷിയിടത്തിൽ വിതയ്ക്കണം. 25-30 സെൻറ്റിമീറ്റർ വിത്ത് വിതയ്ക്കൽ നടക്കും. 5-7 സെൻറ്റിമീറ്റർ വിത്ത് വിതയ്ക്കണം. 1-2 സെൻറ്റിമീറ്റർ ആഴത്തിൽ വിതയ്ക്കുക. വിത്ത് വിതച്ച ഉടൻ വെള്ളം നൽകുക. മണ്ണ് എല്ലായ്പ്പോഴും ഈർപ്പമുള്ളതാക്കുക. വെള്ളക്കെട്ട് ഒഴിവാക്കണം. മുള വന്ന ശേഷം ഇടയിളക്കം നിർബന്ധമാണ്. പുല്ല് നിയന്ത്രണം നടത്തുക. 20-25 ദിവസത്തിന് ശേഷം ജൈവവളം ചേർക്കാം. ആഫിഡ് ഇലചീന്തൽ കീടങ്ങൾ കാണാം. നീം ഓയിൽ 3-5 മില്ലി തളിക്കുക. വെള്ളക്കെട്ട് മൂലമുള്ള പുഴുക്കുരു രോഗം ഒഴിവാക്കുക. 70-100 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാം. കിഴങ്ങ് നല്ല നിറവും വലുപ്പവും കിട്ടുമ്പോൾ പറിക്കുക. ഹെക്ടറിന് ശരാശരി 20-30 ടൺ വരെ ഉണ്ടാകും. കൃഷിക്കായി 3-4 മാസം എടുക്കും. സ്വാഭാവിക ദ്വിവർഷ ജീവിതം 2 വർഷം വരെയാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.